മനുഷ്യരെക്കാൾ വേഗത്തിൽ പന്തിന് നീങ്ങാനാകും. നീങ്ങേണ്ടത് പന്താണ്, താരങ്ങളല്ല. ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡിന്റെ ഒരു പാസിനെ ലിവർപൂൾ പരിശീലകനായിരുന്ന യർഗൻ ക്ലോപ്പ് അങ്ങനെയാണ് ഒരിക്കൽ വിവരിച്ചത്. സ്പാനിഷ് ഫുട്ബോളിന്റെ ആത്മാവ് ഈ ഫിലോസഫിയിലാണ് നിലനിൽക്കുന്നത്. ഓടിപ്പാഞ്ഞ് നടക്കുന്ന താരങ്ങളെക്കാൾ അവർ പന്തിനെയാണ് തലങ്ങും വിലങ്ങും ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ 90 മിനിറ്റ് ആണെങ്കിലും 120 മിനിറ്റ് ആണെങ്കിലും സ്പെയിൻ ടീം ഒരു ഫാക്ടറി പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മറുവശത്ത് എങ്ങനെയും ജയിക്കുക എന്ന ഫിലോസഫിയുമായാണ് ലയണൽ സ്കലോണി അർജന്റീന ടീമിനെ ഇറക്കിയത്. അധികം പരീക്ഷിക്കാത്ത ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങൾ ഒഴിച്ചാൽ നോക്കൌട്ടിലെ 4 മത്സരങ്ങളിലും അർജന്റീന ജയിക്കുന്നത് വ്യക്തിഗത മികവിലോ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റിയിലോ ആണ്. എന്നാൽ പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു സമ്പൂർണ്ണ ടീമിനെതിരെ കളിക്കുമ്പോൾ അർജന്റീന എക്സ്പോസ് ആവുമെന്ന് വ്യക്തമായിരുന്നു. അത് കൃത്യമായി ഫൈനലിലായി. സ്പെയിന്റെ മിഡ്ഫീൽഡിലെ പ്രതിഭാധാരാളിത്തം കണ്ടുകൊണ്ട് തന്നെ 3 മാറ്റങ്ങളാണ് നിർണായക ഫൈനലിൽ അർജന്റീന നടത്തിയത്. സിമിയോണിക്ക് പകരം ഡീപോൾ വരുന്നു. പരഡസിനെ മാറ്റി നിക്കോ ഗോൺസാലസിനെ ഇറക്കി. മൊളീനോയുടെ സ്ഥാനത്ത് മോണ്ടിയലും വന്നു. ഇടത് വിങ്ങിൽ നിക്കോയെ ഇറക്കിയത് ട്രയാങ്കിൾ പാസിട്ട് മുന്നേറുന്ന സ്പെയിനെ പൊട്ടിക്കാനായിരുന്നു. തുടക്കത്തിൽ ലോങ് ബോൾ സ്പെയിൻ കളിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അർജന്റീന പിന്നീട് ഗോൾ വഴങ്ങാതിരിക്കാൻ മാത്രം നോക്കിയതോടെ സ്പെയിൻ സ്വാഭാവിക ഗെയിം പുറത്തെടുത്തു. പലപ്പോഴും സ്പെയിനിന്റെ മോശം ഫിനിഷിങ്ങും എമിലിയാനോ മാർട്ടിനസിന്റെ പ്രകടനങ്ങളുമാണ് അർജന്റീനയെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. മറുവശത്ത് ലയണൽ മെസ്സിയെ പൂട്ടിയെന്നതിനേക്കാൾ മെസ്സിയിലേക്കുള്ള പന്തെത്തിക്കുന്നത് തടഞ്ഞു എന്നതാണ് സ്പാനിഷ് പ്രകടനത്തിൽ നിർണായകമായത്. റോഡ്രിയും കുക്കുറേയും ആ റോൾ കൃത്യമായി നിർവഹിച്ചു. ഫാബിയൻ റൂയിസിന് പകരം പെഡ്രി എത്തിയതോടെ സ്പെയിൻ ഏത് നിമിഷവും ഗോൾ നേടുമെന്ന് തോന്നിച്ചു. മറുവശത്ത് ഡിഫൻസിന്റെ ശക്തി കൂട്ടാൻ മാത്രമാണ് സ്കലോണി സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഉപയോഗിച്ചത്. നിശ്ചയ സമയത്ത് ഒരു ഷോട്ട് പോലും എടുക്കാൻ കഴിയാത്തവരെന്ന നാണക്കേടും ഇതൊരു ലോകകപ്പ് ഫൈനലാണെന്ന ചീത്തപ്പേരും അർജന്റീന അപ്പോഴേക്ക് സമ്പാദിച്ചിരുന്നു. നന്നായി കളിച്ച് ഇതും ബോട്ടിൽ ചെയ്യുമോ എന്ന് തോന്നിച്ച നിമിഷത്തിലാണ് ഫെറാൻ ടോറസിന്റെ മനോഹരമായൊരു ഫിനിഷിംഗ് വരുന്നത്. അതുവരെയും അതിനുശേഷവും ഇൻഡിവിജ്വൽ ഗെയിം മാത്രം കളിച്ച നിക്കോ വില്യംസിന്റെ ഒരു ഹെഡർ പാസ് ബോക്സിലേക്ക് എത്തുമ്പോൾ ഫെറാൻ ഫ്രീ ആയിരുന്നു. ഒരു ക്ലിനിക്കൽ ഫിനിഷിലൂടെ ഫെറാൻ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തെ നീലക്കടലിനെ നിശബ്ദമാക്കി. 2014 മരിയോ ഗോഡ്സെയെ ഓർത്തു കാണും ഉറപ്പായും അർജന്റീന ആരാധകർ. ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം ഉയർത്തെഴുന്നേൽക്കാറുള്ള അർജന്റീനയെ കേപ്പ് വെർഡെക്കെതിരെയും ഈജിപ്തിനെതിരെയും സ്വിറ്റ്സർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും കണ്ടിട്ടുണ്ട്. അർജന്റീനയുടെ ചാമ്പ്യൻ മെന്റാലിറ്റിയേക്കാൾ ഈ 4 ടീമുകളും ഡിഫൻസ് ചെയ്ത് അവരുടെ സ്വന്തം പോസ്റ്റിൽ വരെ അർജന്റീനയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തവരാണ്. മാത്രമല്ല സിറ്റ് ബാക്ക് ചെയ്ത് പ്രോപ്പർ കൗണ്ടർ അറ്റാക്ക് ഈജിപ്ത് മാത്രമാണ് അതിൽ ചെയ്തത്. പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന സ്പെയിനെതിരെ കൗണ്ടർ നടക്കില്ലെന്ന് ഉറപ്പായിരുന്നു. കൗണ്ടർ ചെയ്യാനുള്ള പന്ത് സ്പെയിൻ കൊടുക്കില്ലെന്ന് തന്നെ കാരണം. എൻസോയുടെ ചുവപ്പ് കാർഡ് ശേഷിച്ച അർജന്റീനയുടെ പദ്ധതിയും തകർത്തു. റോഡ്രി കയറിയ ശേഷമാണ് അല്പമെങ്കിലും അർജന്റീന അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമെങ്കിലും നടത്തിയത്. 120 മിനിറ്റ് കളിച്ച ഫൈനലിലെ സ്റ്റാറ്റ് നോക്കൂ. സ്പെയിൻ എടുത്തത് 20 ഷോട്ട്, അർജന്റീന 3 എണ്ണം. ലക്ഷ്യത്തിലേക്കുള്ള ഷോട്ട് സ്പെയിൻ്റേത് 11, അർജന്റീനയ്ക്ക് 0. ബോൾ പൊസിഷൻ സ്പെയിൻ 68% അർജന്റീനയുടേത് 32% മാത്രം. പാസ് സ്പെയിൻ 803, അർജന്റീന 445. എല്ലാ മേഖലയിലും എല്ലാ അർത്ഥത്തിലും മൃഗീയ ഭൂരിപക്ഷമാണ് സ്പെയിൻ നേടിയത്. പുരസ്കാരത്തിലും ആ ഡോമിനൻസ് നിറഞ്ഞു നിന്നു. 10 ഗോളുമായി എംബാപ്പെ നേരത്തെ ഗോൾഡൻ ബൂട്ട് ബുക്ക് ചെയ്തിരുന്നു. ഹാട്രിക് നേടിയാൽ മാത്രം സ്വന്തമാക്കാമായിരുന്ന മെസ്സിക്ക് പക്ഷേ പന്ത് പോലും കിട്ടിയിരുന്നില്ല എന്നത് നിരാശയായി. ലോകകപ്പിലെ 8 മത്സരങ്ങളിൽ ഒരേ ഒരു തവണ മാത്രമാണ് സ്പാനിഷ് ഗോൾ പോസ്റ്റ് കുലുങ്ങിയത്. ഗോൾഡൻ ഗ്ലൗവിന് മറ്റൊരു ഓപ്ഷനെ ഉണ്ടായിരുന്നില്ല. ഉനായ് സിമൺ അത് തൂക്കി. എന്തുകൊണ്ട് EPL-ലെയും ലാലിഗയിലെയും ബെസ്റ്റ് ഗോൾ കീപ്പർമാർ ഉണ്ടായിട്ടും ലൂയി ഡെലഫ്യൂവിന്റെ ഉനായ് സൈമണിൽ വിശ്വാസമർപ്പിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അയാളുടെ കയ്യിലിരിക്കുന്ന ആ ഗോൾഡൻ ഗ്ലൗ. മികച്ച യുവതാരത്തിന് ലമീൻ യമാലും പൗക്ക് ബാർസിയും തന്നെയാണ് മുന്നിലുണ്ടായിരുന്നത്. എംബാപ്പയെയും മെസ്സിയെയും ലുക്കാക്കുവിനെയും അടക്കം പിടിച്ചു നിർത്തിയ മികവിന് എമർജിംഗ് പ്ലെയർ പുരസ്കാരം കുബാർസിയുടെ പേരിൽ തന്നെ എഴുതപ്പെട്ടു. ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരത്തിന് ലയണൽ മെസ്സിയും റോഡ്രിയുമാണ് അവസാന സമയം വരെ ഉണ്ടായിരുന്നത്. ടീമിന് ലോകകപ്പ് സമ്മാനിച്ചതോടെ അത് റോഡ്രിക്കുള്ളത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് സെമിയിൽ ഒലിസയെയും ഫൈനലിൽ മെസ്സിയെയും അനങ്ങാൻ വിടാതെ നിർത്തിയതിന് പിന്നിൽ റോഡ്രിയുടെ ഇടപെടലുകളുണ്ടായിരുന്നു. പ്രതിരോധത്തെ സംരക്ഷിച്ച് മധ്യനിരയിൽ സ്ഥലമുണ്ടാക്കി ആക്രമണങ്ങൾ തുടങ്ങി വെക്കുന്ന ഏറ്റവും സൂക്ഷ്മവും കടുപ്പമേറിയതുമായ എന്നാൽ പ്രശംസ പ്രതീക്ഷിച്ച പോലെ കിട്ടാത്ത ജോലിയായിരുന്നു റോഡ്രിയുടേത്. അയാൾ അത് ഭംഗിയായി ചെയ്തു. സ്പെയിൻ്റെ ഇതിഹാസ പരിശീലകൻ വിൻസെന്റ് ഡെൽ ബോസ്ക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മത്സരം കാണുമ്പോൾ അതിൽ ബുസ്കിറ്റസിനെ കണ്ടെന്ന് വരില്ല,
പക്ഷെ നിങ്ങൾ ബുസ്കറ്റിസിനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മത്സരം മുഴുവനായി കാണാം. റോഡ്രിയും നിർവഹിക്കുന്നത് അതുതന്നെയാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ സ്കോറർമാർ മത്സരം ജയിപ്പിക്കും, റോഡ്രി ടൂർണമെൻറ്റും ജയിപ്പിക്കും.